ഷാപ്പി ആയാലും കൊള്ളാം. അല്ല, ഷാപ്പി നമ്മുടെ ആളാണ്. പിന്നെ കുഞ്ഞാൻ നമ്മുടെ ആളാണ്. നാസറിക്കായാലും കൊള്ളാം. നാസറിക്ക നമ്മുടെ ആളാണ്. പിന്നെന്താ ജാസിർ ബാംഗ്ലൂർ, അത് നമ്മുടെ ആളാണ്. നാസറിക്കാൻ്റെ മോനോ, അത് നമ്മുടെ ആളാണ്. ആരെങ്കിലും ഉണ്ടോ പുറത്തുനിന്ന്? ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ കുഞ്ഞാൻ പാണ്ടിക്കാട്. ഞാൻ ഇങ്ങനത്തെ ഈ വ്ളോഗർമാർ ഇങ്ങനത്തെ വീഡിയോസൊന്നും നമ്മളങ്ങനെ സമയം കളഞ്ഞ് കാണാറില്ല. ഞാൻ പുള്ളിയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കി, ഞാൻ ഈ വീഡിയോ തപ്പി, ഞാൻ അതിൻ്റെ ഇടയിൽ 2-3 വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്നെപ്പോലെ എത്ര ആയിരം ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതും ഒരു വരുമാനമാണ്. എങ്ങനെ പോയാലും കാശ് കുഞ്ഞാൻ തന്നെ. എന്താ അല്ലേ, നറുക്കെടുക്കുന്നു, പരാഗണം. ഇപ്പോൾ ഏറി കയറിയിരിക്കുകയാണ് പുള്ളി. സ്വയം പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി റോക്കറ്റിലാണ്, എയറിൽ നിന്നൊക്കെ പോയി 2 ദിവസം എയറിലായിരുന്നു, പിന്നെ റോക്കറ്റിലായി എന്നൊക്കെ. പാണ്ടിക്കാട് കുഞ്ഞാൻ. അപ്പോൾ പുള്ളിയുടെ ലക്കി ഡ്രോയും പിന്നെ അതിനെക്കുറിച്ചുള്ള എവിഡൻസും ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ പുറകിനൊന്നും ഇങ്ങനെ ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു നല്ലത് ചെയ്യാനായിട്ട് ശ്രമിച്ചു, ഒരു കടത്തിൽ മുങ്ങി നശിച്ച് എന്ന് പറഞ്ഞു പോയി. ഒരു കടത്തിൽ മുങ്ങി ആകെ പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കാൻ ശ്രമിച്ച ഒരാളിനെയാണോ നിങ്ങൾ ഇട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഡേയ്, നിനക്കൊന്നും ഒരു നാണോ മാനോ ഇല്ലടേ. ഷാപ്പി ആയാലും കൊള്ളാം. അല്ല, ഷാപ്പി നമ്മുടെ ആളാണ്. പിന്നെ കുഞ്ഞാൻ നമ്മുടെ ആളാണ്. നാസറിക്കായാലും കൊള്ളാം. നാസറിക്ക നമ്മുടെ ആളാണ്. പിന്നെന്താ ജാസിർ ബാംഗ്ലൂർ, അത് നമ്മുടെ ആളാണ്. നാസറിക്കാൻ്റെ മോനോ, അത് നമ്മുടെ ആളാണ്. ആരെങ്കിലും ഉണ്ടോ പുറത്തുനിന്ന്? 8,000 ആൾക്കാരെങ്ങാണ്ട് കൂപ്പൺ എടുത്തവരെയൊക്കെ വലിപ്പിച്ചു എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതാണ് എന്തല്ലേ സംഭവം തന്നെ. അതായപ്പോൾ ഈ ടിക്ടോക്കിലൊരു ചങ്ങായി വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പുള്ളി ഓരോ ടിക്ടോക്കിൽ വീഡിയോ ഇടുകയാണ്. നമ്മുടെ ഇവിടെ ബാൻഡാണ് അത്. പിന്നെ ലിങ്ക് എടുത്ത് ഭയങ്കര സംഭവമൊക്കെ ആയിട്ട് നമ്മുടെ കുറേ യൂട്യൂബേഴ്സ് അതും ഔട്ടാക്കുന്നുണ്ട്. ആണെങ്കിലും അയാൾ ഇന്ന് വന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഷാപ്പി അല്ലല്ലോ, കുഞ്ഞാനും പിന്നെ ആരാണ്ട് ഈ പുള്ളിയുടെ മോനെ, ഇയാൾ തോളത്ത് കൈയിട്ട് നടക്കുന്ന അതിൻ്റെ ഓഡിയോ മാത്രം ഞാൻ കേൾപ്പിക്കാം. വീഡിയോ എൻ്റെ കയ്യിലില്ല. എന്താണ് രണ്ടാളും ചെറിയ? ഇതാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ തെളിവ്. എന്താ വെച്ചാൽ പാണ്ടിക്കാട് കുഞ്ഞാനും നാസറിന്റെ മകൻ അൻവറും. ഈ അൻവറിനൊക്കെ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ ഉണ്ട്, കണ്ടവർക്ക് മനസ്സിലാവും. എങ്ങനെയുണ്ട്? ഇത് ഒക്കെ കമ്മിറ്റിയാ. 6-ാം തമ്പുരാനിൽ അയാളുടെ പേരും മറന്നുപോയല്ലോ. എന്തായാലും ആവട്ടെ. എന്താ ഇത് ഒരു നറുക്കെടുപ്പ്? ഒന്നാമതേ ഈ നറുക്കെടുപ്പ് ഇല്ലീഗലാണ്. അതാണ് ആൾക്കാരെല്ലാം പറയുന്നത്. പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പറയുന്നത് കൊണ്ട് കേസ് കൊടുക്കുക. ഫേസ്ബുക്കിൽ ആരാണ്ട് ഒരു വക്കീലൊക്കെ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ആർക്കെങ്കിലും വന്ന് കേസ് കൊടുക്കുക. ഈ കേസ് കോടതി പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇത് ഗവൺമെൻറ് ഇതൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കാത്ത വേറെ ഒരു കാര്യമുണ്ട് ഇതിൽ. ഞാൻ മനസ്സിലാക്കിയ ഒരു ചെറിയ കാര്യം, ഈ കേസ് കോടതി പോയി കഴിഞ്ഞാൽ ഈ കേസ് കൊടുക്കുന്ന ആൾക്കാർ ഇവിടെ പ്രോസിക്യൂഷൻ്റെ സൈഡാണ്, കാരണം ഗവൺമെൻറ്റിൻ്റെ സൈഡാണ്. ഈ കേസ് കോടതി പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നമ്മുടെ റമ്മി സർക്കിളും ഡ്രീം 11ഉം പിന്നെ മൈ 11 സർക്കിളും പിന്നെ ജംഗ്ലി റമ്മിയും മറ്റതും മറിച്ചതും ഇതെല്ലാം ഇതേ കാറ്റഗറി പെടുന്നതാണ്. ഇതൊക്കെ പ്രൈവറ്റായിട്ടുള്ള ഓരോരോ കമ്പനികളാണ്. ഇവരൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ലെന്ന് ഓരോ സ്ഥലത്ത് നിയമങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. എന്നാലും അവർ വേറെ വേറെ പേരുകളിൽ ജംഗ്ലി റമ്മി, ജംഗിൾ റമ്മി എന്നൊക്കെ പറഞ്ഞ് ഈ പരിപാടി ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടി നിർത്തലാക്കാനൊന്നും നമ്മുടെ നാട്ടിൽ സാധ്യമല്ല. നമ്മുടെ നാട്ടിലെന്നല്ല, ഏതൊരു നാട്ടിലായാലും ഈ നറുക്കെടുപ്പ്, ഈ ബെറ്റിംഗ് പരിപാടി നിർത്തലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. UAE പണ്ട് നിർത്തലാക്കി, സൗദിയിൽ നിർത്തലാക്കി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ലാൻഡിൽ പറ്റില്ല എന്നെങ്ങാണ്ട് ഷേക്ക് പറഞ്ഞു വന്നു. അപ്പോഴേക്കും വെളിയിൽ കടലിനകത്ത് കപ്പലിൽ ലാൻഡിലല്ലേ പറ്റില്ല എന്ന് പറഞ്ഞുള്ളൂ. നമ്മൾ കടൽ വെള്ളത്തിൽ ചെയ്യും എന്ന് പറഞ്ഞാൽ അവിടെ ഗാംബ്ലിംഗ് പരിപാടിയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുപോലെ ഈ ഗാംബ്ലിംഗ് പരിപാടി ഇന്ത്യയിൽ ഇത് കേസാവുന്ന ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഇത് കേസാക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ കേസാക്കിയിട്ട് ഇത് പ്രൂവ് ചെയ്യാനും വളരെ പാടാണ്. 2 കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന്, നമ്മുടെ ഫസ്റ്റ് നറുക്കെടുക്കുന്ന ആൾ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന വ്യക്തി, പുള്ളി ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ തപ്പുക. ഒരു 10-20 സെക്കൻഡ് ഉണ്ടെന്ന് തോന്നുന്നു ആ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ. അതിനി കട്ട് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്താണോ എന്ന് വരെ തോന്നിപ്പോവും. അതേപോലെ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും പുള്ളി. ആ വീഡിയോ ഞാൻ പുള്ളിയുടെ
അക്കൗണ്ടിൽ പോയി നോക്കി ആ വീഡിയോ കാണാനില്ല. കാരണം എനിക്ക് തോന്നുന്നു ആ വീഡിയോ മുഖ്യം തോന്നുന്നു, അതോ ആ വീഡിയോ ഇനി ജസ്റ്റ് ആ ലൈവ് മാത്രം ഇട്ടിട്ട് അതങ്ങനെ ഡിസപ്പിയറിങ് അങ്ങനെയൊക്കെ ഉണ്ടോ എനിക്കറിയില്ല. ആ വീഡിയോ എവിടെ പോയെന്ന് അറിയില്ല. അതാണേലും പുള്ളി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഈ മറ്റേ കടത്തിൽ മുങ്ങിയ വ്യക്തി പുള്ളിയാണ് അടുത്ത ഇത് ജിംനി എടുക്കുന്നത്. അതായത് ആ മറ്റേ അക്വാറിയം പോലുള്ള സംഭവം, മറ്റേ കണ്ണാടി ആ ബോക്സിൽ അങ്ങേ അറ്റത്താണ് നമ്മുടെ കുഞ്ഞാൻ എടുക്കുന്നത്. ഈ കോർണറിൽ ABCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ABCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ കുഞ്ഞാൻ എടുക്കുന്നു, സിയിൽ മറ്റേ പുള്ളി എടുക്കുന്നു, കടത്തിൽ മുങ്ങിയ വ്യക്തി, വീടൊക്കെ വിൽക്കുന്ന വ്യക്തി. വീടും വണ്ടിയൊക്കെ വിൽക്കുന്നതെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് വിൽക്കുക എന്നൊക്കെയാണ് ഒരു നാട്ടുകാരനോ ബന്ധുവോ എങ്ങാണ്ട് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വണ്ടി, വീട് ഇതിനൊക്കെ വളരെ പ്രാധാന്യം ഉണ്ടെന്നൊക്കെ വെച്ച് താങ്ങുന്ന കേട്ടു. അതെവിടുത്തെ ഇസ്ലാമിലാണാവോ അങ്ങനെയുള്ളത് എനിക്കറിയില്ല. എന്നാണേലും സംഭവം അടിപൊളിയാണ്. സംഭവം ഇങ്ങനെ ചകചകയായിട്ടുണ്ട്. ഇപ്പോൾ പുള്ളി സ്വയം പറയുന്നത് ഞാൻ ഏറിക്കയറി, ഞാൻ അങ്ങനായി, ഞാൻ ഇങ്ങനായി എന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് ഇതിനകത്ത് പുള്ളിക്കൊരു പ്രൊമോഷൻ കിട്ടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ കുഞ്ഞാൻ പാണ്ടിക്കാട്. ഞാൻ ഇങ്ങനത്തെ ഈ വ്ളോഗർമാർ ഇങ്ങനത്തെ വീഡിയോസൊന്നും നമ്മളങ്ങനെ സമയം കളഞ്ഞ് കാണാറില്ല. ഞാൻ പുള്ളിയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കി, ഞാൻ ഈ വീഡിയോ തപ്പി, ഞാൻ അതിൻ്റെ ഇടയിൽ 2-3 വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്നെപ്പോലെ എത്ര ആയിരം ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതും ഒരു വരുമാനമാണ്. എങ്ങനെ പോയാലും കാശ് കുഞ്ഞാൻ തന്നെ അല്ലേ, കാശ് മേടിച്ചിട്ട് ചെയ്ത പരിപാടിയാണ്. ഇതിന് മുമ്പേ മറ്റേ കാദർ കരിപ്പോടി പുള്ളി ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതേപോലെ വീട്, ഇതുപോലെയൊക്കെ ആയിരുന്നത്. പക്ഷേ അതിൽ നറുക്കെടുപ്പ് ഇങ്ങനെയായിരുന്നോ എന്ന് എനിക്കറിയില്ല. അത് കുറേ ആൾക്കാർ എടുത്ത് റിയാക്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചത്. പക്ഷേ നമ്മുടെ കാദർ കരിപ്പോടി എന്ന് പറയുന്നത് വളരെയധികം പവറായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്. എനിക്കൊന്നും അങ്ങനെ പറ്റില്ല, ഞാൻ ചെറുപ്പക്കാരനുമല്ല, അത് വേറെ കാര്യം. ഞാൻ എല്ലാത്തിലും ഈ ഓരോ സാധനങ്ങൾ പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ സ്ക്രിപ്റ്റ് ഒന്നുമല്ല നമ്മുടെ കയ്യിൽ, നമ്മൾ ജസ്റ്റ് വന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. ഇപ്പോൾ എന്താണാവോ എൻ്റെ മൈൻഡിലുള്ളത് അതാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് കൂട്ടി പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. അതാണ് ചില സമയത്ത് എൻ്റെ ടോപ്പിക്ക് വഴുതിയൊക്കെ പോകും. എനിക്കതിനകത്ത് കുഴപ്പമൊന്നും തോന്നാറില്ല. കാരണം ഇത് വലിയ ഇൻ്റർനാഷണൽ സംഭവം, മറ്റേ റോക്കറ്റ് ലോഞ്ചിങ് ഒന്നും അല്ലല്ലോ. നമ്മൾ കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ റോക്കറ്റ് മറ്റേ ഇതിൽ മാർസിൽ പോകേണ്ടത് അങ്ങ് ചന്ദ്രനിലേക്ക് ചെല്ലുമെന്നുള്ള പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഞാനൊരു പാവത്താൻ എവിടെയോ ഇരുന്നൊരു വീഡിയോ ഇടുന്നു. ഇത് കാണുന്ന ആൾക്കാർക്ക് നമ്മളെ കണ്ടുകൂടാ, ചില ആൾക്കാർക്കൊന്നും വന്ന് തെറി വിളിച്ചിട്ട് പോകും. ഞാൻ ഇന്നലെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞത്, നമുക്ക് തമ്മിലടിക്കാനേ സമയമുള്ളൂ, നമുക്ക് മറ്റേ ഒരാളെന്താ പറയുന്നത് അത് കേൾക്കാം, അതിനുള്ള ക്ഷമയോ അതൊന്നും നമുക്കില്ല. അങ്ങനെയാണ് സംഭവം. എന്താണെങ്കിലും ഇത് ഭയങ്കര സംഭവമായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഇതിപ്പോൾ ഇന്നലെ ഞാൻ ആളുടെ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടു. പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ 2 കൊല്ലം മുമ്പേ കണ്ട് ഈ കുഞ്ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാൻ, ഈ കുഞ്ഞാൻ്റെ കൊച്ചിനെ എങ്ങാണ്ട് കർണാടകത്തിലാണ് എവിടെയോ വെച്ച് ഒരു പശുവിൻ്റെ കുട്ടി ഇങ്ങനെ തള്ളിയിട്ടത്. അപ്പോൾ തള്ളിയിട്ടപ്പോൾ ആ 3 വയസ്സ് 4 വയസ്സ് കണ്ടേ പ്രായമുള്ളൂ ആ കൊച്ചിൻ്റെ ദേഹത്ത് ഒരു ഇരുമ്പ് കമ്പി കുത്തിക്കയറി എന്നൊക്കെ പറഞ്ഞ് ഇയാൾ കുറേ സീനുണ്ടാക്കി റീച്ചിന് വേണ്ടി. ഇയാൾ അങ്ങനെയൊക്കെ തെണ്ടിത്തരം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരാൾ ചങ്ങായി ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ആകെ ഞെട്ടി ഞാനിങ്ങനെ ഇവൻ ആൾ ഭയങ്കരനാണല്ലോ, റീച്ചിന് വേണ്ടിയിട്ട് ആൾക്കാർ എന്തൊക്കെ പരിപാടിയാണ് കാണിക്കുന്നത്. അത് പറയുമ്പോൾ എനിക്ക് വേറെ ഒരു കാര്യം ഓർമ്മ വന്നു, അതും കൂടെ പറഞ്ഞേക്കാം ഇവിടെ, അല്ലെങ്കിൽ അതിനായിട്ട് പ്രത്യേക വീഡിയോ അതിനൊന്നും വർത്തില്ല. നമ്മുടെ സുജിത് ഭക്തൻ പുള്ളി അമേരിക്കയിൽ ഒരാളിനെ വിളിച്ചിട്ട് ഇങ്ങനെ, എടാ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കൊച്ചൊക്കെ നിൻ്റെ അടുത്ത് എന്താടാ കാണിച്ചത്, ഞങ്ങൾ എന്ത് തെറ്റാടാ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതും റീച്ചിന് വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞ് എനിക്ക് പരിചയമുള്ള ഒരുത്തൻ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും മറ്റേ ഫേസ്ബുക്കിലും ആൾക്കാർ ഇങ്ങനെ അയക്കാറൊന്നുമില്ല, ഞാൻ ആ തള്ളൊന്നും തള്ളുന്നില്ല. അതുപോട്ടെ എനിക്ക് ആ കൂടെ ഉള്ളത് 2 ഫോളോവറും 1 ഫോളോവറും 10 ഫോളോവറൊക്കെ. അങ്ങനെ സുജിത് ഭക്തൻ ചെയ്തത് വരെ കള്ളമാണെന്ന് പറഞ്ഞ് എനിക്കറിയാവുന്ന ഒരു പയ്യൻ, ഭായ് ഇതൊക്കെ ചുമ്മാ റീച്ചിന് വേണ്ടി ഇവന്മാരൊക്കെ കാണിക്കുന്ന ഭായ്, അതിനകത്തൊരു പോയിൻ്റ് ഉണ്ട് ഭായ് ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ ചോദിച്ചത് എന്താടാ? സുജിത് ഭക്തൻ പറയുന്നത്, ഈ പോഡ്കാസ്റ്റ് ഞങ്ങൾ 10 കൊല്ലം മുമ്പ് 5 കൊല്ലം മുമ്പെങ്ങാണ്ട് തുടങ്ങിയതാണ്. തുടങ്ങിയിട്ട് അതിൽ 50-60 വീഡിയോ ഇട്ടു. പിന്നെ ആ പോഡ്കാസ്റ്റ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ പോഡ്കാസ്റ്റ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ വൈഫും കൂടെ പറയാണ്, ഈ വ്യക്തിയുണ്ടല്ലോ, ഈ വ്യക്തിക്ക് ഞങ്ങൾ റീച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ്, ഞങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള സൈക്കോളജി മനസ്സിലായോ ഭായി? റീച്ച് ഉണ്ടാക്കുക എന്നുള്ളത്
മറ്റേ പുള്ളിക്ക് ഇവർ റീച്ച് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് റീച്ച് ഉണ്ടാവുന്നുണ്ട്, ഈ ഒരു പ്രശ്നം, ഈ ഒരു കോൺട്രവേഴ്സി വരുമ്പോൾ റീച്ച് ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഇവരുടെ ഉൾമനസ്സിൽ നിന്ന് ഇവരറിയാതെ പറഞ്ഞു പോയ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ഭയങ്കരനാണല്ലോ എന്ന് ഞാൻ പറഞ്ഞ് അങ്ങനെ വെച്ചു. എന്നാണേലും റീച്ച് ഒരു വലിയ സംഭവമാണ്. റീച്ചിന് വേണ്ടി പല സംഭവങ്ങളും സംഭവിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ അതാണ്, റീച്ചാണ് ഒരു സംഭവം. ഈ പാണ്ടിക്കാട് കുഞ്ഞൻ, പിന്നെ കടത്തിൽ മുങ്ങിയ വ്യക്തി, പിന്നെ അയാളുടെ മോൻ, പിന്നെ അയാളുടെ മോൻ്റെ സുഹൃത്ത്, ഇപ്പോൾ പുള്ളിക്ക് എത്ര ഭാര്യ, ഈ കടത്തിൽ മുങ്ങിയ വ്യക്തിക്ക് എത്ര ഭാര്യമാരുണ്ട് എന്ന് വരെ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞെന്ന് തോന്നുന്നു, എൻ്റെ വൈഫ് ഹൗസ് അവിടെ ഒന്നും അല്ല എന്നെങ്ങാണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു. ഈ സ്ഥലത്തിൻ്റെ പേരും ഇതൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഔട്ട്ലൈൻ മാത്രം, ഇതിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രം ഞാൻ പറയുകയാണ്. ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷനൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതാണേലും സംഭവം തന്നെ ഭായി, എന്തൊക്കെ കാണണമല്ലേ, ഭയങ്കരം. കേരളത്തിൻ്റെ പോക്കുണ്ടല്ലോ, കേരളം മാത്രമല്ല നമ്മുടെ ലോകമെമ്പാടുമുള്ള മലയാളീസ് അല്ല, ലോകമെമ്പാടുമുള്ള മനുഷ്യർ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് റീച്ചിലേക്കാന്ന് തോന്നുന്നല്ലേ, ബീച്ചിലേക്കല്ല, റീച്ചിലേക്കാന്ന് തോന്നുന്നു.